ഹേ ഗൈസ്, അൾട്രാമാൻ റൈസിംഗ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ അനിമേറ്റഡ് സിനിമയാണ്. ഈ ഒരു സിനിമ കൈജു ഇൻവൈറ്റഡ് ആയിട്ടുള്ള വേൾഡിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം കൈജു റിലേറ്റഡ് സിനിമ തന്നെയാണ്. അൾട്രാമാൻ എന്ന പേരിലുള്ള സിനിമയും സീരീസും ഒക്കെ ഓൾറെഡി നിലവിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കാണാതെയാണ് ഈ ഒരു സാധനം പോയി കാണുന്നത്. അതുകൊണ്ട് ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും കാണാത്തതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അല്ലാതെ പോയി കണ്ടാലും നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്ന ഒരു സിനിമയാണ്. ഇത് കുറച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം കൈജു ഇൻവൈറ്റഡ് വേൾഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം കൈജു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ജപ്പാനിൽ കൈജു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൈജുവിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനായിട്ട് അൾട്രാമാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ഉണ്ട്. ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാത്തൊരു സൂപ്പർ ഹീറോയാണ്. പുള്ളിയുടെ ഒരു ആദ്യമേ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണിക്കുന്നു. അപ്പം കെൻ സാൻഡോ ആണ് ഈ ഒരു സിനിമയിലെ നായകൻ. അപ്പം ആദ്യം നമ്മൾ കാണുന്ന അൾട്രാമാൻ എന്ന് പറയുന്നത് കെന്നിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇത് ഇവരുടെ ഫാമിലി ലെഗസി പോലെയാണ്, മാറി മാറിയാണ് വരുന്നത്. അച്ഛൻ മകൻ അങ്ങനെ ഓരോരോ തലമുറ വരുമ്പോഴും ഓരോരുത്തർ അൾട്രാമാൻ ആയിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണിക്കുമ്പം നമ്മളെ കെൻ ചെറുതായിട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് 10-20 വർഷം കഴിഞ്ഞിട്ടാണ്. കെൻ വളർന്ന് വലുതാകുന്നു. കെൻ വലിയ ബേസ്ബോൾ പ്ലെയർ ആകുന്നു. കെൻ അങ്ങനെ തിരിച്ച് ജപ്പാനിൽ നിന്ന് പോയ കെൻ തിരിച്ച് ജപ്പാനിലേക്ക് വരുന്നു അച്ഛനെ സഹായിക്കാൻ, അല്ലെങ്കിൽ പുതിയ അൾട്രാമാനായിട്ട് വരുന്നിടത്താണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. അപ്പം പുള്ളി ബേസ്ബോൾ പ്ലെയറാണ്. പുള്ളി ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, നമുക്കറിയാവുന്നല്ലോ യൂത്തിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്. അങ്ങനത്തെ ഒരു ഈ ബേസ്ബോളാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ താനാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു പ്ലെയർ. ആ ഒരു കെന്നിൽ നിന്നും ഒരു ഇവോൾവ് ആവുന്ന കെന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. നമ്മൾ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കെന്ന് ഭയങ്കരമായിട്ട് ഇവോൾവ് മെച്യൂറായ ഒരു കെന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ തുടങ്ങുന്നു, അൾട്രാമാൻ ആകുന്നു. ഈ ആക്ച്വലി പഴയ അൾട്രാമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ കൊളാട്രൽ ഡാമേജുകളൊന്നും ഉണ്ടാക്കാതെ എല്ലാവരെയും സേഫായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ നമ്മുടെ കെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നുമില്ല, ചെറിയ കൊളാട്രൽ ഡാമേജൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കെന്നിന് ഒരു കൈജുവിനെ, അതായത് ഒരു കൈജുവിൻ്റെ ബേബിയെ കിട്ടുന്നു. അപ്പം ആക്ച്വലി ഈ കൈജു ഇൻവൈറ്റഡ് ആയിട്ടുള്ള വേൾഡിൽ എല്ലായിടത്തും ഒരു കൈജു ഡിഫൻസ് ഫോഴ്സ് ഉണ്ടല്ലോ. ഇവിടെ ഒരു കൈജു ഡിഫൻസ് ഫോഴ്സ് ഉണ്ട്. അവർ ഒരു സൈഡിൽ കൂടെ കൈജുവിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇപ്പുറത്തെ സൈഡിൽ കൂടെ അൾട്രാമാൻ അറ്റാക്ക് ചെയ്യുന്നു. അൾട്രാമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈജു വേൾഡും ഹ്യൂമൻ വേൾഡും നമുക്ക് ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് കൈജുവിനെ കൊല്ലില്ല, അല്ലാതെ നമ്മൾ യൂഷ്വലി കാണാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതാണ്. പക്ഷെ മറ്റേവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈജുവിനെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ടോപ്പിൽ നിന്ന് കമാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കൊന്നുകളയുക, കൈജുവിനെ കൊല്ലുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പം ഈ കൈജു ഡിഫൻസ് ഫോഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ കൈജു ഡിഫൻസ് ഫോഴ്സ് കൊണ്ടുവരുന്നൊരു പാക്കേജാണ് ഈ ഒരു കൈജു ബേബി. കൈജു ബേബി അൾട്രാമാന് കിട്ടുന്നു, അല്ലെങ്കിൽ കെന്ന് കിട്ടുന്നു. കെന്ന് ഇതിനെ കൊണ്ട് വളർത്തുന്നതും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. ഞാൻ പിന്നെ സ്പോയിലർ ആക്കുന്നില്ല, കഥ പറയുന്നില്ല എന്നാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഈ കൈജു ബേബിയും നമ്മുടെ കെന്നും തമ്മിലുള്ള കുറേ കാര്യങ്ങൾ, എങ്ങനെ ഈ ഒരു വർക്ക് ലൈഫും കൈജു പേരൻറ്റിങ് ലൈഫ്, അൾട്രാമാൻ സൂപ്പർ ഹീറോ ലൈഫ്, ഇത് മൂന്നും കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു, കെന്ന് മൊത്തത്തിൽ കിളി പോകാനവസ്ഥയാവുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓൾറെഡി മറ്റേ KDF ഉണ്ടല്ലോ, KDF കൈജു ഡിഫൻസ് ഫോഴ്സ് ഉണ്ടല്ലോ, അവർ വരുന്നതും ഇവരെന്ത് സംഭവിക്കും, എന്താണ് അവരുടെ ഉദ്ദേശം, എന്തിനാണ് ഈ ഒരു കൈജു ബേബി അവർ കൊണ്ടുവന്നത് എന്നൊക്കെ വരുന്നതും, ഈ കൈജു ബേബിയും ഈ കെന്നുമായിട്ടുള്ള റിലേഷൻ അവർ ഭയങ്കര ബോണ്ടാവുന്നതും ഒക്കെയാണ്. അങ്ങനെ നമ്മളുടെ ഭയങ്കര ഈഗോസ്റ്റിക് ആയിട്ടുള്ള കെന്ന് ഭയങ്കര ഇവോൾവായി മെച്യൂറായി ആ ഒരു ബേസ്ബോൾ ടീമിനെ ഒക്കെ ഭയങ്കരമായിട്ട് ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നു. അതിനിടയ്ക്കൂടെ ഈ കെന്നിൻ്റെ ഫാമിലി ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യണം, കുറേ ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ട്, ആ ഒരു ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന ക്ലൈമാക്സ്, ഒരു കിടിലൻ ക്ലൈമാക്സ്, ഗംഭീര ക്ലൈമാക്സ് കൊണ്ടുവന്നിട്ട് അൾട്രാമാൻ തിരിച്ചു വന്ന് നമ്മുടെ പഴയ അൾട്രാമാൻ, അതായത് എങ്ങനെയാണോ അൾട്രാമാനെ റീപ്ലേസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ കെന്നാവുന്നതും ഒക്കെയാണ്. ആക്ച്വലി നമ്മൾ യൂഷ്വലി കാണാറുള്ള കൈജു സിനിമകളിൽ നിന്ന് ഇത് കുറച്ചും കൂടെ ക്യൂട്ടാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. മറ്റേത് ഭയങ്കര ടെറിഫിക് സാധനമാണെങ്കിൽ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കൈജു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അപ്പം അതാണ് അൾട്രാമാൻ റൈസ് എന്ന് പറയുന്ന സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട ഒരു സിനിമയാണ്. ഇത് ഇഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല. കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടേണ്ട, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ഇഷ്ടപ്പെടണമല്ലോ. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം അൾട്രാമാൻ റൈസിംഗ് നെറ്റ്ഫ്ലിക്സിൻ്റെ സിനിമയാണ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇല്ലാത്തവർ ടെലഗ്രാമിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണുക.